തകർന്നു കിടക്കുന്ന ഈസ്റ്റ് ടിപ്പു സുൽത്താൻ റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്ക് അടിയന്തര പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് കയ്പമംഗലം ചളിങ്ങാട് മേഖലയിൽ ബുധനാഴ്ച ഹർത്താൽ ആചരിച്ചു. രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെയായിരുന്നു ഹർത്താൽ. സമരത്തിന്റെ ഭാഗമായി റോഡ് ഉപരോധവും പ്രതിഷേധ പ്രകടനവും സംഘടിപ്പിച്ചു. മാസങ്ങൾക്ക് മുമ്പ് കുടിവെള്ള പൈപ്പ് സ്ഥാപിക്കുന്നതിനായി റോഡ് പൊളിച്ചെങ്കിലും പൈപ്പ് സ്ഥാപിച്ച ശേഷം റോഡ് വേണ്ട വിധത്തിൽ റീസ്റ്റോറേഷനോ ടാർ ചെയ്യുകയോ ചെയ്തിരുന്നില്ല. തുടർന്ന് മഴ ശക്തമായതോടെ റോഡിൽ വലിയ വെള്ളക്കെട്ട് രൂപപ്പെടുകയും യാത്ര അതീവ ദുഷ്കരമാവുകയും ചെയ്തു. വാഹനയാത്രക്കാരും കാൽനട യാത്രക്കാരും ഉൾപ്പെടെ പ്രദേശവാസികൾ ഏറെ ദുരിതമനുഭവിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. റോഡ് ടാർ ചെയ്യുന്നതിനുള്ള കരാർ നൽകിയിട്ടുണ്ടെങ്കിലും പല കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി കരാറുകാരൻ ഇതുവരെ പ്രവൃത്തി ആരംഭിച്ചിട്ടില്ലെന്ന് നാട്ടുകാർ ആരോപിച്ചു. MLAയും പഞ്ചായത്ത് അധികൃതരും പലതവണ ഇടപെട്ടിട്ടും കരാറുകാരന്റെയും ഉദ്യോഗസ്ഥരുടെയും നിസ്സഹകരണത്തെ തുടർന്നാണ് പ്രദേശവാസികൾ വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ പിന്തുണയോടെ ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ച് സമരത്തിലേക്ക് കടന്നത്. ഇതിനു മുമ്പ് റോഡിലെ വെള്ളക്കെട്ടിൽ വഞ്ചി ഇറക്കിയും പോത്തിനെ കുളിപ്പിച്ചും വ്യത്യസ്ത പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചിരുന്നു. അതിന്റെ തുടർച്ചയായാണ് ബുധനാഴ്ച ഹർത്താലും റോഡ് ഉപരോധവും നടത്തിയത്. സാധാരണ ഹർത്താലുകളോട് വിമുഖത പുലർത്തുന്ന ചെളിങ്ങാട് നിവാസികൾ ഇത്തവണ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കടകൾ അടച്ചും പ്രതിഷേധത്തിൽ പങ്കാളികളായും രംഗത്തെത്തി. രാവിലെ ചെളിങ്ങാട് പള്ളിവളവിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധ പ്രകടനം കാക്കാതിരുത്തി പള്ളിവളവ് ചുറ്റി ചെളിങ്ങാട് സമാപിച്ചു. നിരവധി പേർ പ്രകടനത്തിൽ പങ്കെടുത്തു. ആക്ഷൻ കൗൺസിൽ അംഗങ്ങളായ അനസ് അബൂബക്കർ, ഹുസൈൻ, PA നസീർ, നാസർ ചെളിങ്ങാട്, PA അബൂബക്കർ, ഷിയാസ് വനിത, ഇസ്ഹാഖ് പൊന്നാത്ത്, TA അഹമ്മദ്, മഹൽ സെക്രട്ടറി PA മുഹമ്മദ്, മദ്രസ സെക്രട്ടറി നൌഷാദ് തിണ്ടിക്കൽ, ജനപ്രതിനിധികളായ ഫാത്തിമ അനസ്, PM സൈനുദ്ദീൻ, അൻസമോൾ, സന്ധ്യ രവീന്ദ്രൻ, രശ്മി ശ്രീജിത്ത്, സീന ഇസ്മായിൽ, നഹിദ സലീം, വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളായ PL പോൾസൺ, PM ഷംസുദ്ദീൻ, ഷാജി ഒറ്റത്തൈ തുടങ്ങിയവർ സംസാരിച്ചു. ജോയിന്റുകളൊക്കെ പൊട്ടിയിട്ട് നിരന്തരം ഇന്നിവിടെ ജോയിന്റ് ക്ലിയർ ആയി കഴിഞ്ഞാൽ നാളെ അപ്പുറത്ത് പൊട്ടും, അതിന്റെ അപ്പുറത്ത് അത് ശരിയാക്കി അതിന്റെ അപ്പുറത്ത് പൊട്ടും. അപ്പൊ നിരന്തരമായി നമ്മൾ ഈ ദുരിതം വർഷങ്ങളായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ അതിനൊക്കെ ഒരു പരിഹാരം അടിയന്തരമായി ഉണ്ടാകണം, അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം എന്നാണ് നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി നമ്മൾ ആവശ്യപ്പെടുന്നത്. കിഫ്ബി കേരളത്തിൽ 72 പദ്ധതികൾ വാട്ടർ അതോറിറ്റി ചെലവ് ചെയ്യുന്നുണ്ട്. 72 പദ്ധതികൾ. ഈ 72 പദ്ധതികൾക്കായിട്ട് 4,498 കോടി രൂപ കിഫ്ബി അനുവദിച്ചതാണ്. അതിലൊരു പദ്ധതിയാണ് ഈ പദ്ധതി. ഇതൊരു ചെറിയ പദ്ധതിയല്ല, കോടിക്കണക്കിന് രൂപ കിഫ്ബി അനുവദിച്ചതാണ്. സാമ്പത്തികം ഈ പദ്ധതിയെ സംബന്ധിച്ചൊരു വിഷയമില്ല.